ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിനകത്ത് നോക്കുന്നത് KTS ഫോർ മാത്തമാറ്റിക്സിൻ്റെ ഫിസിക്കൽ സയൻസുകാരുടെ, അതായത് ഗ്രൂപ്പ് സിക്കാരുടെ ഫോർത്ത് സെമസ്റ്റർ മാത്തമാറ്റിക്സ് ആണ്. GCMAT 401 ആണ് പേപ്പർ കോഡ് വരുന്നത്. അതിനകത്ത് മൊഡ്യൂൾ 4 ആണ്. അപ്പോൾ ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂളിനകത്തുള്ളത്. ബാക്കി ആദ്യത്തെ 3 മൊഡ്യൂൾസും സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റിയാണ് വരുന്നത്. എന്ത് ചെയ്യാം, സൊല്യൂഷൻസ് കാണുന്ന ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നത്. ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ. ഫസ്റ്റ് വരുന്ന സൊല്യൂഷൻ ടു ആൾജിബ്രൈക് ആൻഡ് ട്രാൻസെൻഡന്റൽ ഇക്വേഷൻസ്, അതേപോലെ തന്നെ സൊല്യൂഷൻ ടു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, ന്യൂമറിക്കൽ സൊല്യൂഷൻ ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പിന്നെ വരുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാനുള്ളതാണ് ന്യൂമറിക്കൽ സൊല്യൂഷൻ ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ, അതിൽ ജാക്കോബി മെത്തേഡ്, പിന്നെ വരുന്നത് കർവ് ഫിറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നത്. അപ്പോൾ ഓരോ മെത്തേഡ്സ്, അതായത് ഇപ്പോൾ ഇതിനകത്ത് ഒരു 8 മെത്തേഡ്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മൊഡ്യൂളിൽ ആകെ ഉള്ളത്. സോ ഇപ്പോൾ അതിനെങ്ങനെ ഓരോ സെക്ഷനാക്കിയത്, അതായത് ഓരോ മെത്തേഡും ഓരോ ടൈപ്പ് ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ്. സോ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഓരോ ടോപ്പിക് വൈസ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കുന്നത് സൊല്യൂഷൻ ടു ആൾജിബ്രൈക് ആൻഡ് ട്രാൻസെൻഡന്റൽ ഇക്വേഷൻസ് ആണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് മെത്തേഡ്സ് വരുന്നുണ്ട്. ഇവിടെ വരുന്നത് ന്യൂട്ടൺ റാഫ്സൺ ആണ്. ഇപ്പോൾ ഇതല്ലാതെ തന്നെ റെഗുലർ ഫോൾസ് ഉണ്ട്, ബൈസെക്ഷൻ മെത്തേഡ് വരുന്നുണ്ട്, ന്യൂട്ടൺ രാമാനുജൻസ് മെത്തേഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സീക്കൻ മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അതുപോലെ തന്നെ ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡും ഉണ്ട്. സോ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്, ന്യൂട്ടൺ റാഫ്സൺ മാത്രമാണ്. സോ ഈ ഒരു മെത്തേഡ് ഫോക്കസ് ചെയ്യുന്നത് ആൾജിബ്രൈക് ഇക്വേഷൻ അതുപോലെ തന്നെ ട്രാൻസെൻഡന്റൽ ഇക്വേഷൻസിൻ്റെ ഒക്കെ എന്ത് ചെയ്യാനാണ്, റൂട്ട്സ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ഈ ഒരു ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ f(x=0) എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ ഏതൊരു nth ഓർഡർ പോളിനോമിയൽ, ഒരു nth ഡിഗ്രി പോളിനോമിയൽ എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം ഇക്വേഷൻസിനെ നമുക്ക് ആൾജിബ്രൈക് ഇക്വേഷൻസ് വിളിക്കാം. അതേപോലെ തന്നെ ഇനി ട്രാൻസെൻഡന്റൽ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ sin x, അതുപോലെ cos x, then log x, then എക്സ്പോണൻഷ്യൽ. അപ്പോൾ ഇതൊക്കെ ഈ ഫംഗ്ഷൻസൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ട്രാൻസെൻഡന്റൽ ഫംഗ്ഷൻസ്. സോ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്, സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാക്ട് റൂട്ടല്ല, അപ്രോക്സിമേറ്റ് റൂട്ട് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു തേർഡ് ഓർഡർ പോളിനോമിയൽ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ റൂട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ അതിനേക്കാൾ ഹയർ ഓർഡർ പോളിനോമിയൽ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പറഞ്ഞ പോലെ ഈ ഫംഗ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രാൻസെൻഡന്റൽ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ന്യൂട്ടൺ റാഫ്സൺ യൂസ് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ് റൂട്ട്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. സോ ഇപ്പോൾ ഈ ഒരു ന്യൂട്ടൺ റാഫ്സൺ എന്ന് പറയുന്നത് എന്താണ്, ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അതുപോലെ തന്നെ ഇതൊരു ഐട്രേറ്റീവ് മെത്തേഡാണ്. അപ്പോൾ ഐട്രേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സക്സസീവ്ലി ഐട്രേറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ എക്സാക്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന അപ്രോക്സിമേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. സോ അപ്പോൾ ഈ ഒരു ന്യൂട്ടൺ റാഫ്സൺ എങ്ങനെയാണെന്ന് നോക്കാം. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്, ലെറ്റ് x be an approximate root of f(x=0), x0 be an approximate root of f(x=0), and let x1 equal to x0 plus h be the actual root, so that f(x1) is equal to 0. അപ്പോൾ എന്താണ് നമ്മുടെ കയ്യിൽ x0 എന്ന് പറയുന്നത് എന്താണ്, ഒരു അപ്രോക്സിമേറ്റ് റൂട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ, പക്ഷേ അതിൻ്റെ എക്സാക്ട് റൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്ച്വൽ റൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അപ്രോക്സിമേറ്റ് റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ x1 ആയിരിക്കും. x1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, x0 പ്ലസ് h ആണ്. ഒരു ഫംഗ്ഷൻ്റെ റൂട്ട് എന്താണ് x1 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് എങ്ങനെ എഴുതാം, f(x1) is equal to 0 എന്ന് എഴുതാം. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞു f(x1) ആണ്, അതായത് x1 എന്ന് പറയുന്നതാണ് റൂട്ട് എന്ന് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫംഗ്ഷൻ, അതായത് x1 എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനെ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ടൈലർ സീരീസ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ഇപ്പോൾ f(x1) എന്ന് പറയുമ്പോൾ എന്താണ്, f(x0 plus h) ആണ്. സോ ഇപ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ വരുമ്പോൾ f(x0 plus h into f(x0 plus h²/2 factorial into f(x0 plus etc plus 0) എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ ഇതിൽ ഈ h എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു വെരി സ്മോൾ വാല്യൂ ആയിരിക്കും. സോ അപ്പോൾ അതിൻ്റെ ഹയർ പവേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെടുക്കുന്നുള്ളൂ ഇതിനകത്ത് ഫസ്റ്റ് ടേം അതുപോലെ തന്നെ സെക്കൻഡ് ടേം മാത്രമേ ഈ ഒരു എക്സ്പാൻഷനിൽ നിന്ന് എടുക്കുക. സോ ഇപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആണ്. കാരണം എന്താണ്, ഇപ്പോൾ x1 എന്ന് പറയുന്നതാണ് എന്ത് റൂട്ട്, ആ ഒരു അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ റൂട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയി മാറും, അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും. സോ ഇപ്പോൾ f(x0 plus h into f(x) എന്നുള്ള x0 എന്നുള്ളത് എന്താണ്, 0 ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന്, അതായത് f(x0 plus h into f(x0) എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് h is equal to
മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് എടുക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു എച്ച് എക്സ് ആ ഒരു സെക്കൻഡ് ഇക്വേഷൻ, അതായത് x1 ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എച്ച് എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് x1 ഈസ് ഈക്വൽ ടു, അതായത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്, നമുക്ക് ആവശ്യമുള്ള ഏറ്റവും ആവശ്യമുള്ള ആക്ച്വൽ റൂട്ട് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് റൂട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, x1 എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ എടുത്തതാണ്. സോ ഇപ്പോൾ x1 എന്ന് പറയുന്നത് എന്താണ്, എക്സ് നോട്ട് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് കിട്ടി. അപ്പോൾ അതേപോലെ തന്നെ എന്താണ്, ഇപ്പോൾ നമ്മൾ x1 ആണ് എന്ത് റൂട്ടാണ്, ഈ ഒരു ഫംഗ്ഷൻ്റെ റൂട്ട് എന്നുള്ള അസംഷനിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനി നമ്പർ ഓഫ് റൂട്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ കണ്ടുപിടിക്കാം ബൈ സക്സസീവ് അപ്രോക്സിമേഷൻ. സോ അപ്പോൾ അതുപോലെ xn പ്ലസ് 1 പെർ റൂട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എക്സ് ഓഫ് എൻ പ്ലസ് 1 ഈസ് ഈക്വൽ ടു xn മൈനസ് എഫ് ഓഫ് എക്സ് എൻ ഡിവൈഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ ആയിരിക്കും. സോ ഇപ്പോൾ ഈ ഒരു ഫോമുലയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ആവശ്യമുള്ളത്. ഇതാണ് എന്ത് ജനറൽ ഫോമുല, ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് കണ്ടുപിടിക്കാനുള്ള. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. യൂസിങ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ഫൈൻഡ് ദ റൂട്ട് ബിറ്റ്വീൻ 0 and 1 ഓഫ് ദ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്താ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, എക്സ് ക്യൂബ് മൈനസ് 6x പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0 കറക്റ്റ് ടു 4 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ്, അപ് ടു 4 ഡെസിമൽ പ്ലേസസ് വരെ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ളൊരു റൂട്ട് വേണം കണ്ടുപിടിക്കാൻ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇൻ ബിറ്റ്വീൻ പോയിൻറ്റ്സ്, അതായത് 0 and 1 എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ തന്നിട്ടുള്ളത് എന്താണ്, ഒരു ക്യൂബിക്കൽ ഇക്വേഷൻ ആണ്. സോ ഇപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ജസ്റ്റ് ആ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്നുകൂടി പറയാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ഒരു ഇക്വേഷനാണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ള ഇക്വേഷൻ ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 6x പ്ലസ് 4 എന്ന് പറയുന്നതാണ് എന്ത് ഈ ഒരു ഇക്വേഷൻ. സോ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് y ആക്സിസ് ആണ്. സോ ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തായിരിക്കും, ഈ ഒരു XY പ്ലെയിനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇപ്പോൾ ഇതൊരു കർവാണ്, ആ ഒരു കർവ് ഉണ്ടാവുക. സോ ഇപ്പോൾ ഈ ഒരു കർവ് ഈ ഒരു എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് പോകുന്ന പോയിൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇപ്പോൾ റൂട്ട്സ് എന്ന് പറയുന്നത്, ഈ ഒരു ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രോബ്ലംസിൽ ഇപ്പോൾ ബീമിൻ്റെ ബെൻഡിങ് അതുപോലെ തന്നെ ഇതിൻ്റെ കേബിളിൻ്റെ ഹാങ്ങിങ് ഇതിനകത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോളിനോമിയൽ ഒരു 30 ഡിഗ്രി പോളിനോമിയലാണ്. സോ ഇപ്പോൾ ഇത് എത്ര തവണ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും, നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷന് എത്ര റൂട്ട്സ് ഉണ്ടാവും, ഒരു ക്യൂബിക്കൽ ഇക്വേഷൻ ആകുമ്പോൾ 3 റൂട്ട്സ് ഉണ്ടായിരിക്കും. നമ്മളിവിടെ കാണുന്നത് റിയൽ റൂട്ട് മാത്രമാണ്. അപ്പോൾ 0 and 1 എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഏതൊരു പോയിൻറ്റിലാണോ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നത് ആ ഒരു പോയിൻറ്റിൽ ആ ഒരു വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ y0 ആവുന്ന എക്സിൻ്റെ ഒരു പോയിൻറ്റ്, എക്സ് ആക്സിസിലെ ഒരു പോയിൻറ്റ്, ആ ഒരു വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത്. സപ്പോസ് ഈ പോയിൻറ്റ് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്നൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് y ഈക്വൽ ടു, അതായത് y ലെസ് ദാൻ 0 അതുപോലെ തന്നെ y ഗ്രേറ്റർ ദാൻ 0 ആവുന്ന രണ്ട് എക്സ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഇൻസ്പെക്ഷൻ, അതായത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ എന്തായിരിക്കും, ഒരു പോയിൻ്റ് എവിടെ ആയിരിക്കും, ഒറിജിന് താഴെ ആയിരിക്കും വരുന്നത്, ഒരു പോയിൻറ്റ് ഒറിജിന് മേലെ, അതായത് എക്സ് ആക്സിസിന് മേലെ ഒരു പോയിൻറ്റ് എക്സ് ആക്സിസിന് താഴെ ആയിരിക്കും വരുന്നത്. അങ്ങനെ രണ്ട് പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ആ രണ്ട് എക്സിൻ്റെ വാല്യൂസ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എടുക്കാൻ വേണ്ടിയിട്ട്. മീൻസ് ആ രണ്ട് പോയിൻറ്റ്സിന് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും എന്ത് വരുന്നത്, നമുക്ക് ആവശ്യമുള്ള റൂട്ട് വരുന്നത്. ഞാൻ ജസ്റ്റ് ഇത് നമുക്ക് തന്നിട്ടുണ്ട്, ഇപ്പോൾ ഏത് പോയിൻറ്റിന് ഇടയ്ക്കാണ് ഈ ഒരു റൂട്ട് വേണ്ടതെന്ന്, അല്ലെങ്കിൽ റൂട്ട് എവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന റൂട്ടാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഇതിന് 0 കൂട്ടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ 0 മൈനസ് 6 × 0 പ്ലസ് 4. അപ്പോൾ നമുക്ക് എന്താ കിട്ടി, y ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ y ഓഫ് 0 ഈസ് ഈക്വൽ ടു എന്താണ്, 4 എന്ന് കിട്ടി. അപ്പോൾ എവിടെ ആയിരിക്കും ആ ഒരു പോയിൻറ്റ്, എക്സ് ആക്സിസിന് മേലെ ആയിരിക്കും ആ ഒരു പോയിൻറ്റ് വരുന്നത്. സോ ഇപ്പോൾ 4 0 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 0,4 എന്ന് പറയുന്ന പോയിൻ്റ് എവിടെ ആയിരിക്കും, ഈ ഒരു y എന്ന് പറയുന്ന ആക്സിസിൻ്റെ മേലെ ആയിരിക്കും വരുന്നത്, 0,4 എന്ന് പറയുന്ന പോയിൻറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എക്സ് ആക്സിസിന് താഴെ വരുന്ന ഒരു പോയിൻറ്റ് കണ്ടുപിടിക്കണം ഈ ഒരു ഇക്വേഷൻ്റെ. സോ ഇപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ x0 കഴിഞ്ഞ അടുത്ത വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 മൈനസ് 6 പ്ലസ് 4. അപ്പോൾ 4 പ്ലസ് 1 എത്ര വരും, 5. 5 മൈനസ് 6 എത്ര വരും, -1 എന്ന് വരും. ഓക്കെ, നമുക്കിപ്പോൾ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻറ്റ് വരുന്നത്, ഇപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് 1 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടിയ റൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈയുടെ വാല്യൂ കിട്ടിയിട്ടുള്ളത് എത്രയാണ്, -1 ആണ് കിട്ടിയിട്ടുള്ളത്. സോ അപ്പോൾ ആ ഒരു പോയിൻ്റ് എവിടെ ആയിരിക്കും വരുന്നത്, 1 -1 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻറ്റ്, അപ്പോൾ ഈ ഒരു എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റാണ്, അതായത് ഈ ഒരു പോയിൻറ്റിലെ എക്സ് വാല്യൂ y ഈക്വൽ ടു 0, ഈ ഒരു ലൈന് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും, y0 ആയിരിക്കും. സോ ഇപ്പോൾ y ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഈ ഒരു പോയിൻറ്റിൽ എക്സ് വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് ഇതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതെങ്ങനെയാണ് ബൈ ഇൻസ്പെക്ഷനാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്യാം? ഇതിനെ സൊല്യൂഷൻ കാണാം. ഇപ്പോൾ ഇത് ഒരു 3rd ഡിഗ്രി പോളിനോമിയൽ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്ററിൽ കാണാൻ പറ്റും. സോ ഇപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 0.7 ഒരു റൂട്ട് വരുന്നത് 0.73205 എന്നാണ് വരുന്നത്. ദെൻ ഒരു വാല്യൂ 2 എന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വാല്യൂ വരുന്നത് -2.7320 എന്നാണ്. അപ്പോൾ ഈ ഒരു റൂട്ട്സ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 3 റൂട്ട്സും എന്താണ്? റിയൽ റൂട്ട്സ് ആണ്. അതുകൊണ്ടാണ് എന്ത് എക്സാക്റ്റ് ആയിട്ട് 0 and 1, അതായത് ഈ 0, 1 എന്ന് പറയുന്ന പോയിന്റിന് ഇടയ്ക്ക് എടുക്കുന്ന റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 ഡെസിമൽ പ്ലേസ് വരെ കറക്റ്റ്നസോട് കൂടിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ കാണുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് എന്താണ്? ഇപ്പോൾ ഈ ഒരു ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്ത് 1നോട് നിയർ ആയിട്ടാണ് എന്ത് എടുക്കുന്നത്? ഈ ഒരു റൂട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 0.5 എടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ 1 വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റിൽ അതായത് x0 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. ഇപ്പോൾ 1 എടുക്കാം, 0.5 എടുക്കാം, ഇൻ ബിറ്റ്വീൻ വാല്യൂസ് ഇത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഓക്കെ, നമുക്ക് ആൻസർ അറിയുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? 0.7 തന്നെ എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ 0.7 ആണ് എന്ത് x0 എന്ന് പറയുന്നത്, എന്ത് ഫസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത്. x0 = 0.7 ആണെന്ന് ഞാൻ എടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് അപ്രോക്സിമേറ്റ് റൂട്ട് കാണണം. നമുക്ക് എന്ത് ചെയ്യണം? അപ് ടു 4 ഡെസിമൽ പ്ലേസ് വരെ കറക്റ്റ്നസോട് കൂടിയിട്ടുള്ള റൂട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 0.5 എടുക്കാം, 1 എടുക്കാം, അല്ലെങ്കിൽ മീൻസ് എത്രത്തോളം നിയറർ ആയിട്ടുള്ള റൂട്ടാണോ നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് ചെയ്ത് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് അത്രയും സ്റ്റെപ്സ് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് ചെയ്താൽ മതി ഇതിൽ അപ്രോക്സിമേറ്റ് റൂട്ട് അല്ലെങ്കിൽ ആക്ച്വൽ റൂട്ട്, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. ഓക്കെ, സോ നമ്മുടെ x1 എന്ന് പറയുമ്പോൾ എന്താണ്? x0 - f of x0 ഡിവൈഡ് ബൈ f dash of x0 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ്റെ ഡെറിവേറ്റീവും കൂടി കണ്ടുവെക്കണം. നമ്മളിപ്പോൾ ഒരു ടേബിൾ കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് പറയുമ്പോൾ എന്താണ്? 3x² - 6 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത് = f of x അല്ല f dash of x. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇതിൽ x0 എന്ന് പറയുമ്പോൾ 0.7, ഇനി എന്ത് ചെയ്യണം? -f of x0 കണ്ടുപിടിക്കണം. അതായത് ഈ ഒരു ഇക്വേഷനിൽ ഈ 0.7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതേപോലെ തന്നെ f dash of x0 കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് f of x0ൻ്റെ വാല്യൂ, അതായത് f of 0.7 എന്ന് പറയുന്ന വാല്യൂ 143 ആണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ 1.43 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി f dash of x0 എന്ന് പറയുമ്പോൾ, അതായത് ഈ ഒരു ഇക്വേഷനിൽ 0.7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് -4.53 ആണ്. സോ ഇപ്പോൾ ഈ മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോറി, 1.43 അല്ല, 0.143 ആണ് വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് x1ൻ്റെ വാല്യൂ ആയിട്ട് എനിക്ക് കിട്ടുന്നത്, നമുക്ക് x0 = 0.7. ഇപ്പോൾ x1 = എനിക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 0.7331 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു വാല്യൂ അങ്ങനെ, അതായത് 0.7331, അതായത് 4 ഡെസിമൽ പ്ലേസ് വരെയുള്ള കറക്റ്റ് വാല്യൂ ആണ്. സോ എന്ത് ചെയ്യുക? ആ ഒരു വാല്യൂ എടുക്കുക. ഇനി എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. ഇനി ഐട്രേറ്റീവ്ലി അല്ലെങ്കിൽ സക്സസീവ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു റൂട്ട്, അതായത് x1 എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകുക. അതായത് x2 = x1 - f of x1 ബൈ f dash of x1. നമ്മുടെ ജനറൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് xn + 1 = xn - f of xn ബൈ f dash of xn. എന്ത് ചെയ്യുക? കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് അടുത്തടുത്ത റൂട്ട്സ് കണ്ടുപിടിച്ച് പോകണം. സോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. മീൻസ് 0.7331 മൈനസ് എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ തന്നിട്ടുള്ള ആ ഒരു ക്യൂബിക്കൽ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് കിട്ടുന്ന f of x0 അല്ല f of x1ൻ്റെ വാല്യൂ 0.00461 ആണ്. അതേപോലെ തന്നെ മൈനസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ f dash of x1ൻ്റെ വാല്യൂ വരുന്നത് -4.3877 ആണ്. ഇത് ചെയ്യാം, നമുക്ക് രണ്ട് മൈനസ് ക്യാൻസൽ ചെയ്യാം. സോ ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ വരുമ്പോൾ നമുക്ക് വരുന്നത് 0.73205 എന്നാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? 4 ഡെസിമൽ പ്ലേസ് വരെ കറക്റ്റായിട്ട് എടുക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു 5 കൂടി എടുക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു പ്രോസസ്സ് നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അടുത്തടുത്ത രണ്ട് വാല്യൂസ് ഇപ്പോൾ ഈ പറഞ്ഞത്, അതായത് അപ് ടു 4 ഡെസിമൽ പ്ലേസസ് കറക്റ്റായിട്ട് കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇപ്പോൾ നമ്മുടെ x2 എന്ന് പറയുന്ന വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? x2 = 0.732005 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത x2 ആണ്. ഇനി x3 കണ്ടുപിടിക്കാം. അപ്പോൾ x3 = എങ്ങനെ വരും? 0.732005 മൈനസ് ഇത് വരും f of 0.73205 ഡിവൈഡ് ബൈ f dash of 0.7205 എന്ന് വരും. എന്ത് ചെയ്യുക? ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക, നോക്കാം.
വരുന്നത് 3.5471 ഇൻറ്റു 10⁻⁻6 എന്നൊരു വാല്യൂ ആണ് വരുന്നത്. എഫ് ഓഫ് x2 എന്ന് പറയും -4.39 എന്നാണ് വരുന്നത്. അപ്പോൾ x3 എത്ര നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 0.73220508. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു കിട്ടിയ വാല്യൂ തന്നെയാണ് എന്ത് ഇവിടെ വന്നിട്ടുള്ളത്. അപ് ടു 1 2 3 4 5 6 7 ഡെസിമൽ പ്ലേസ് വരെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഇപ്പോൾ ഇതാണ് എന്ത് ഇതിനകത്തുള്ള മോസ്റ്റ് അപ്രോക്സിമേറ്റ് റൂട്ടായിട്ട് വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതുവരെ ഇനി എന്ത് ചെയ്യേണ്ട, ഇതിന് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ആ ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ഫോമുല മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കാണാതെ പഠിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോയിൻറ്റ്സ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാമെന്ന് ജസ്റ്റ് ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇക്വേഷൻ വരുന്നത് xn + 1 = xn - f of xn ഡിവൈഡ് ബൈ f ഡാഷ് ഓഫ് xn. ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യണം, സക്സസീവ്ലി നമുക്ക് അപ് ടു എത്ര ഡെസിമൽ വരെ പറഞ്ഞിട്ടുണ്ടോ അത്രയും നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സ് വരെ അടുത്തടുത്ത 2 റൂട്ട്സ് കറക്റ്റ് ആവുന്നത് വരെ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഐറ്ററേറ്റീവ് പ്രോസസ്സ് ചെയ്താൽ മതി. ഇത്രയാണ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്, ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻസിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇനി ട്രാൻസെൻഡൻ്റൽ ഫംഗ്ഷൻസ് വരുന്ന ഒരു കേസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്ന വീഡിയോസ് മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് അടുത്തൊരു സൊല്യൂഷൻ ടു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ നമുക്കറിയാം, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് അറിയാം, അതുപോലെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് അറിയാം. സോ ഇപ്പോൾ ഇതിനകത്ത് അതേപോലെ നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനുള്ള ന്യൂമറിക്കൽ മെത്തേഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഇപ്പോൾ ഈ ഒരു കേസിൽ 2 മെത്തേഡ്സ് വരുന്നുണ്ട്. ഗോസ് എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗോസ് ജോർദാൻ മെത്തേഡ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. എ സിസ്റ്റം ഓഫ് m linear equations in n unknowns x1 up to xn is a set of equations of the form a11 x1 plus a12 x2 plus up to etc. up to a1n x1 is equal to b1 and a21 x1 a22 x2 plus a2n x2 plus x2 is equal to b2 etc. am1 x1 plus am2 x2 etc. plus amn xn is equal to bm. എന്താണ് നമുക്ക് ഇവിടെ ഒരു m സിസ്റ്റം ഓഫ് ഇക്വേഷൻ, അതായത് m ലീനിയർ ഇക്വേഷൻസ് ഉണ്ട്, അതിനകത്ത് തന്നെ n അൺനോൺസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ x1 അപ് ടു xn എന്ന് പറയുന്നതാണ് നമ്മുടെ അൺനോൺസ്. സോ ഇപ്പോൾ ഇതിനകത്ത് ഈ a11 അപ് ടു amn വരെയുള്ളത് എന്തായിരിക്കും, കോഎഫിഷ്യന്റ് മാട്രിക്സിനകത്തുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. അതേപോലെ തന്നെ b1 അപ് ടു bm എന്ന് പറയുന്നത് എന്തായിരിക്കും, സൊല്യൂഷൻസ് ആയിരിക്കും. സോ ഇപ്പോൾ ഇതിൽ തന്നെ ഹോമോജീനസ് കേസ് വരാം, എന്ത് നോൺ ഹോമോജീനസ് കേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരു x1 അപ് ടു xn എന്നുള്ള ആ ഒരു വെക്ടേഴ്സിൻ്റെ വാല്യൂസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. സോ ഇപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ ദ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇക്വലൻ ടു എ മാട്രിക്സ് ഇക്വേഷൻ. അപ്പോൾ എന്താണ് ഇതിനെ ഇക്വലൻ മാട്രിക്സ് ഇക്വേഷൻ ആയിട്ട്, അതായത് ax = b എന്നുള്ള ഇക്വേഷൻ ആയിട്ട് എഴുതാം. അതിൽ a എന്ന് പറയുന്നത് ഈ കോഎഫിഷ്യന്റ് മാട്രിക്സ് ആയിരിക്കും. സോ ഇപ്പോൾ അതിനകത്ത് ഈ ഒരു ഇക്വേഷനിലെ x എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസ് ആയിരിക്കും a എന്ന് പറയുന്ന മാട്രിക്സിലെ എലമെൻറ്റ്സ്. അതുപോലെ തന്നെ x എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കോളം വെക്ടർ ആയിരിക്കും. അതായത് നമ്പർ ഓഫ് അൺനോൺസ് ആയിരിക്കും x എന്ന് പറയുന്ന മാട്രിക്സിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ x എന്ന് പറയുന്ന കോളം വെക്ടറിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ b എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ അതിന് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ അത് ഒരു കോളം വെക്ടർ ആയിരിക്കും. അവിടെ നമുക്ക് എന്തായിരിക്കും, വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് സോ ഇപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഒന്ന് ഗോസ് എലിമിനേഷൻ ആണ്, രണ്ടാമത്തത് ഗോസ് ജോർദാൻ മെത്തേഡാണ്. സോ ഇപ്പോൾ നമുക്ക് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എങ്ങനെയെന്ന് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് സോൾവ് ദ സിസ്റ്റം ഇൻ 2 ടൈപ്സ്. എന്താണ് സ്റ്റെപ്പ് 1, ഗിവൺ ദ സിസ്റ്റം റെഡ്യൂസ് ടു എ ട്രയാങ്കുലർ ഫോം ബൈ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ. സ്റ്റെപ്പ് 2 പറയുന്ന അപ്പോൾ ട്രയാങ്കുലർ സിസ്റ്റം ഈസ് സോൾവ് യൂസിങ് എ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഒരു മോഡ്യൂളിലെ സെക്കൻഡ് മെത്തേഡാണ് എന്ത് ഗോസ് എലിമിനേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഗോസ് എലിമിനേഷൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുന്നില്ല, മാട്രിക്സിനെ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് വഴി ചെയ്യുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, ഇതാണ് എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മാട്രിക്സ്, ഇത് x എന്ന് പറയുന്ന കോളം വെക്ടർ ഈസ് ഈക്വൽ ടു b എന്ന് പറയുന്ന സൊല്യൂഷൻ മാട്രിക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഈ ഒരു a എന്ന് പറയുന്ന മാട്രിക്സിനെ ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, ബൈ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ആണ്. നമുക്ക് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്. അപ്പോൾ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. അതായത് ഞാൻ ജസ്റ്റ് ഒരു 9 എലമെൻറ്റ്സ് എടുക്കുകയാണ്, a b c d e f g h i.
എത്ര എലമെൻറ്റ്സ് എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് വഴി നമ്മൾ ഗോസ് എലിമിനേഷൻസ് നമ്മൾ എങ്ങനെ ചെയ്യുക, ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ബൈപോർട്ട് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യും, അതിനെ റിമൈനിങ് ആ ഒരു കോളത്തിലെ റിമൈനിങ് എലമെൻറ്റ്സിനെ 0 ആക്കി മാറ്റും. ദെൻ അടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ സെക്കൻഡ് റോയിൽ എന്ത് ചെയ്യുക, നോൺ സീറോ എലമെൻറ്റിനെ നമ്മൾ നോൺ സീറോ എലമെൻറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ നോൺ സീറോ എലമെൻ്റ് ആക്കി മാറ്റണം. അതല്ലെങ്കിൽ അങ്ങനെ റോവർ കോളം ട്രാൻസ്ഫോർമേഷൻ വഴി ചെയ്യാം. റോവർ കോളം ഇൻ്റർചേഞ്ച് മീൻസ് കോളം ഇൻ്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ റോ ഇൻ്റർചേഞ്ച് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, പിന്നെ സെക്കൻഡ് റോയിൽ ഒരു എലമെൻറ്റിനെ എന്ത് ചെയ്യുക, നമ്മൾ പൈവോട്ട് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. ആ ഒരു കോളത്തിനെ റിമൈനിങ് എലമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, 0 ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടും. അപ്പോൾ ഗോസ് എലിമിനേഷൻ വഴി എന്ത് ചെയ്യുക, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം നമുക്ക്, ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് റോക്കകത്ത് എന്തുണ്ടാവുള്ളൂ, x1 x2 x3. ഇപ്പോൾ x3യുടെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും വരുന്നത്. അതെന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സൊല്യൂഷൻ മാട്രിക്സിൽ നിന്ന് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് x1 = i ഇൻറ്റു എന്തായിരിക്കും, നമുക്ക് b3 എന്ന് എടുക്കുക. ഞാനിപ്പോൾ ഇതിനകത്ത് എലമെൻറ്റ്സ് b1 b2 b3 ജസ്റ്റ് എടുക്കണം. അപ്പോൾ b3 ആണ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് x3യുടെ വാല്യൂ, ഇപ്പോൾ x3 എന്തെന്ന് കിട്ടും, നമുക്ക് x3 = b3 / i എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂ നമ്മൾ സെക്കൻഡ് റോ നോക്കുക. സെക്കൻഡ് റോയിൽ എന്തായിരിക്കും, ഈ ഒരു എലമെൻറ്റ് 0 ആയിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ ഈ 2 എലമെൻറ്റ്സേ ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇക്വേഷൻ വരുമ്പോൾ e ഇൻറ്റു x2 പ്ലസ് f ഇൻറ്റു x3 എന്ന് വരും. ഇതിനകത്ത് നമുക്ക് x3യുടെ വാല്യൂ അറിയാം, b എന്ന് കിട്ടും, b2 എന്നാവും. സോ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇതിൽ x3യുടെ വാല്യൂ അറിയാം. ഓക്കെ, അതേപോലെ തന്നെ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് ആയിരിക്കും, ന്യൂമറിക്കൽ ഡിജിറ്റ് ആയിരിക്കും, f ഒരു ന്യൂമറിക്കൽ ഡിജിറ്റ് ആയിരിക്കും, b2 എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ് ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ മതി, x2 കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ അടുത്തത്, അപ്പോൾ നമുക്ക് x3 കിട്ടി, x2 കിട്ടി, നമുക്ക് x1 ആണ് വേണ്ടത്. സോ എന്ത് ചെയ്യാം, ax1 പ്ലസ് bx2 പ്ലസ് cx3 = b1 ആണ്. ഇതിലെന്ത് ചെയ്യുക, x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും, x1 കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കൺവേർട്ട് ദി given matrix into given coefficient matrix into a upper triangular matrix and find the solution by back substitution. അപ്പോൾ ഗോസ് എലിമിനേഷൻ എന്താ എലിമിനേഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെപ്പ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷനും ആണ്. ഇത് ഗോസ് എലിമിനേഷൻ പഠിച്ചിട്ടുള്ളപ്പോൾ അറിയുന്നതാണ്, സിമ്പിളാണ്. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് തന്നിട്ടുള്ള 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് റിമൈനിങ് 2 ഇക്വേഷനിൽ എന്ത് ചെയ്യുക, എക്സിൻ്റെ കോഎഫിഷ്യൻസിനൊക്കെ 0 ആക്കുക, അല്ലെങ്കിൽ എക്സിനെ എലിമിനേറ്റ് ചെയ്യുക സെക്കൻഡ് ആൻഡ് തേർഡ് ഇക്വേഷനിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് തേർഡ് ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്യുക, വൈയുടെ ടേമൊക്കെ ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെഡിൻ്റെ ഒരു ടേം മാത്രമേ തേർഡ് ഇക്വേഷനിൽ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് i ഇൻറ്റു z = നമുക്ക് എന്തെന്ന് കിട്ടും, ഇപ്പോൾ b3 എന്ന് കിട്ടും. ദെൻ എന്ത് ചെയ്യുക, ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി ബാക്കി എല്ലാ വാല്യൂസും കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തുള്ള അടുത്ത മെത്തേഡ് നോക്കാം. അടുത്തത് ഗോസ് ജോർദാൻ മെത്തേഡാണ്. ഇൻ ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ റെഡ്യൂസിങ് ദ ഗിവൺ സിസ്റ്റം ax = b ഇൻറ്റു എ ഡയഗണൽ സിസ്റ്റം i ഇൻറ്റു x = d or i ഈസ് ദി ഐഡൻറ്റിറ്റി മെട്രിക്സ് യൂസിങ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് തന്നിട്ടുള്ള ഒരു, അതായത് ഇപ്പോൾ നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സിസ്റ്റം, അതായത് നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ റെഗുലർ ഫോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മെത്തേഡ് ഉണ്ട് എന്തിനു വേണ്ടിയിട്ട്, ഇവിടെ ഈ ഒരു ആൾജിബ്രായിക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി, സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് എന്താണ്, ഇപ്പോൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നത് ഗോസ് ജോർദാൻ മെത്തേഡ്, അതുപോലെ തന്നെ ഗോസ് എലിമിനേഷനാണ്. അപ്പോൾ ഈ പേരെടുത്ത് പറയും ഇതിന് ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെ വേണ്ടത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആൻസർ കാണുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് സൊല്യൂഷൻ കാണാം. പക്ഷേ നമുക്ക് എന്താണ്, up to 4 ഡെസിമൽ പ്ലേസസ് വരെ ന്യൂട്ടൺ റാഫ്സൺ യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻ കാണാൻ. അതേപോലെ നമുക്ക് ആ ഒരു മെത്തേഡ് വഴി അപ്രോക്സിമേറ്റ് റൂട്ട്സ് സക്സസീവ് ആയിട്ടുള്ള 2 റൂട്ട്സ് ഇക്വലായിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ആ ഒരു ഇറ്ററേറ്റീവ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. അത്രയും കാര്യങ്ങളുള്ളൂ. സോ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും, ഓൾറെഡി പറഞ്ഞു, ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇക്വാലൻറ്റ് മാട്രിക്സ് ഇക്വേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ax = b എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. സോ ഇപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷനെ ഡയഗണൽ സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അത് ഡയഗണൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഐഡൻറ്റിറ്റി മാട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് i ഇൻറ്റു x = അതായത് x = b എന്നുള്ളതിനെ i ഇൻറ്റു x = d എന്നുള്ള ഫോമിൽ കൺവേർട്ട് ചെയ്യുക. സോ ഇപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡയറക്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂസ്, അല്ലെങ്കിൽ d എന്ന് പറയുന്ന കോളം വെക്ടറിലെ വാല്യൂസ് തന്നെ ആയിരിക്കും എന്ത്, അപ്പോൾ ആ ഒരു അതിനകത്തുള്ളതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ട പ്രോസസ്സ് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇത് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വഴിയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ax എന്ന് പറയുന്ന അതിനെ, അല്ലെങ്കിൽ a എന്ന് പറയുന്ന മാട്രിക്സിനെ ഐഡൻറ്റിറ്റി മാട്രിക്സ് ആക്കി മാറ്റേണ്ടത്. സ്റ്റാർട്ട് വിത്ത് ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ab ബൈ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ വി ഒബ്റ്റൈൻ a ഇൻവേഴ്സ് b വേർ x = a ഇൻവേഴ്സ് b. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് a
ബി എന്ന് പറയുന്ന ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ എ എന്ന് പറയുന്ന ആ ഒരു മാട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിറ്റി മാട്രിക്സ് ആക്കി മാറ്റണം. സോ ഇപ്പോൾ അതേ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ എന്തിലും ചെയ്യുക, നമ്മൾ ബി എന്ന് പറയുന്ന ആ ഒരു കോളത്തിലും ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ഐ എ ഇൻവേഴ്സ് ബി എന്നുള്ള ഒരു മാട്രിക്സ് കിട്ടും. സോ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആണ്. ഈ ഒരു ഫോമിൽ നമുക്ക് എന്താണ് മാട്രിക്സ് ഇൻവേർഷൻ മെത്തേഡാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു ഗോസ് ജോർദാൻ മെത്തേഡാണ് പഠിക്കാനുള്ളത്. സോ അപ്പോൾ അതുപോലെ ചെയ്യാം. സോ ഇപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോൺ സിംഗുലാർ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യാം, അത് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഗോസ് ജോർദാൻ മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് തന്നിട്ടുള്ള മാട്രിക്സിനെ എന്ത് ചെയ്യുക, എ ഐ എന്ന് പറയുന്ന ഒരു ഓഗ്മെൻറ്റഡ് മാട്രിക്സ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, എ എന്ന് പറയുന്ന മാട്രിക്സിനെ ഐഡൻറ്റിറ്റി മാട്രിക്സ് ആക്കി കൺവേർട്ട് ചെയ്യുക. സെയിം എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ എന്തിൽ ചെയ്യുക, ഐഡൻറ്റിറ്റി മാട്രിക്സിനകത്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഐ എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു മാട്രിക്സ് കിട്ടും. ഇത്രയേ ഉള്ളൂ. അടുത്തൊരു സെക്ഷൻ ന്യൂമറിക്കൽ സൊല്യൂഷൻ ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മുൻപത്തെ സെമസ്റ്ററുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓർഡറിൻ്റെയാണ് കാണാനുള്ളത്. അതേപോലെ തന്നെ ഇതിൽ ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ ഓളർ മെത്തേഡ് ഉണ്ട്, മോഡിഫൈഡ് ഓളർ മെത്തേഡ് ഉണ്ട്, പിന്നെ റങ്കുട്ട സെക്കൻഡ് ഓർഡർ മെത്തേഡാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് 3 മെത്തേഡ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ 2 ഫസ്റ്റ് ഓർഡർ മെത്തേഡും ഒരു സെക്കൻഡ് ഓർഡർ മെത്തേഡുമാണുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ന്യൂമറിക്കൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ എന്ത് ചെയ്യുക, ന്യൂമറിക്കൽ മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. സോ ദർ ആർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദാറ്റ് കനോട്ട് ബി സോൾവ് യൂസിങ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഈവൻ ദോ ദേ പോസസ് എ സൊല്യൂഷൻ എന്നാണ്. ഇപ്പോൾ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ സ്റ്റെപ്പ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി സ്റ്റെപ്പ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ സിംഗിൾ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കുക, സീരീസ് ഓഫ് വൈ ഇൻ ടേംസ് ഓഫ് പവേഴ്സ് ഓഫ് എക്സ് ഫ്രം വിച്ച് വാല്യൂസ് ഓഫ് വൈ അറ്റ് പർട്ടിക്കുലർ വാല്യൂസ് എക്സ് ക്യാൻ ബി ഒബ്റ്റൈൻ ബൈ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എക്സിൻ്റെ പവേഴ്സിലുള്ള വൈയുടെ സീരീസ് ഓഫ് ടേംസ് ഉണ്ടായിരിക്കും. സോ അപ്പോൾ അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് വൈ എക്സിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ബൈ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രൽ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എക്സ് വെച്ച് നമുക്ക് എന്ത് കിട്ടും, വൈ എന്ന് പറയുന്ന ആ ഒരു അതായത് ഡി വൈ എന്ന് പറയുന്ന ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ സൊല്യൂഷൻ കിട്ടും. സോ അപ്പോൾ നമുക്ക് അതിനകത്ത് എന്താണ്, അതിൽ എൻ നമ്പർ ഓഫ് അല്ലെങ്കിൽ ഫാമിലി ഓഫ് കേഴ്സിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടും. നമുക്ക് അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇനീഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. സോ ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറയുന്നത്, ഈ ഒരു സിംഗിൾ സ്റ്റെപ്പ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് വൈ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കിട്ടുന്നതാണ് പറയുന്നത്. ദെൻ മൾട്ടി സ്റ്റെപ്പ് മെത്തേഡ് പറയുമ്പോൾ ദ സൊല്യൂഷൻ അറ്റ് എനി പോയിന്റ് എക്സ് ഈസ് ഒബ്റ്റൈൻ യൂസിങ് സൊല്യൂഷൻ അറ്റ് നമ്പർ ഓഫ് പ്രീവിയസ് പോയിന്റ്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഏതൊരു പോയിന്റിലെ സൊല്യൂഷൻ കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീവിയസ് നമ്പർ ഓഫ് പോയിന്റ്സിനകത്തുള്ള സൊല്യൂഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അതാണ് മൾട്ടി സ്റ്റെപ്പ് മെത്തേഡ്. അതിന് പിന്നെ സിംഗിൾ സ്റ്റെപ്പ് മെത്തേഡ്. അപ്പോൾ 2 മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി യൂളർ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ആൻ ഐ വി പി ഓഫ് ഫസ്റ്റ് ഓർഡർ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നിട്ടുണ്ട്, വൈ ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, അല്ലെങ്കിൽ എന്താ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താണ് എഫ് ഓഫ് എക്സ് വൈ എന്നാണ് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഓഫ് എക്സ് വൈ എന്ന് എടുക്കണം. അതേപോലെ നമുക്ക് എന്ത് തന്നിട്ടുണ്ടായിരിക്കും, ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് നോട്ട് ഈക്വൽ ടു 0, അതായത് ഒരു എക്സ് നോട്ട് വാല്യൂ അതുപോലെ തന്നെ ഒരു വൈ നോട്ട് വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. സോ സ്റ്റാർട്ട് വിത്ത് എ ഗിവൺ വാല്യൂസ് ഓഫ് എക്സ് നോട്ട് ആൻഡ് ചൂസ് എക്സ് എ സ്മോൾ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു തന്നിട്ടുള്ള എക്സ് നോട്ട് വാല്യൂ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എച്ചിനെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എത്രത്തോളം സ്മോൾ ആയിട്ട് എടുക്കാൻ പറ്റും അത്രയും സ്മോൾ ആയിട്ട് എടുക്കുക. അതായത് 0.1 0.001 എത്ര സ്മോൾ ആയിട്ട് എടുക്കാൻ പറ്റും അത്രയും എന്തായിരിക്കും നല്ല സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അത്രയും അപ്രോക്സിമേറ്റ് റൂട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ലെറ്റ് എക്സ് നോട്ട് അപ് ടു എക്സ് ബി ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസ് കോൾഡ് മെഷ് പോയിന്റ് വിത്ത് ഇൻ്റർവൽ എച്ച്. സോ അപ്പോൾ നമുക്ക് എന്താണ് എക്സ് നോട്ട് അപ് ടു എക്സ് എൻ നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിനൊക്കെ മെഷ് പോയിന്റ്സ് എന്നാണ് വിളിക്കുന്നത്. എല്ലാം എന്താണ് ഈക്വലി സ്പേസ്ഡ് ആണ്. ദെൻ അതിനകത്ത് ഓരോ വാല്യൂസ് എന്ന് പറയുമ്പോൾ x1 എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് നോട്ട് പ്ലസ് എച്ച് ആണ്. ദെൻ x2 ഈസ് ഈക്വൽ ടു x1 പ്ലസ് എച്ച് ആണ്. സോ അപ്പോൾ അതിനായിട്ടുള്ള കറസ്പോണ്ടിങ് y വാല്യൂസ് നമുക്ക് എന്തുണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ജനറലി y ഓഫ് yn പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്താണ് y ഓഫ് xn പ്ലസ് 1 ആണ്. സോ അപ്പോൾ xn പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് xn പ്ലസ് എച്ച് ആണ്. സോ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ബൈ സെപ്പറേറ്റിംഗ് വേരിയബിൾസ് ഡി വൈ ഇസ് ഈക്വൽ ടു അതായത് ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ അതായത് വൈ ഡാഷ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യുക നമ്മൾ ഡി വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇതാണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. സോ ബൈ മെത്തഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഫംഗ്ഷനെ എന്ത് ചെയ്യുക വൈ നോട്ട് ടു വൈ വൺ അതുപോലെ തന്നെ എക്സ് നോട്ട് ടു എക്സ് വൺ എന്ത് ചെയ്യുക ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്യുക ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം എന്ത് ചെയ്യണം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ നമ്മുടെ വൈ വൺ ഈസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ഇൻറ്റഗ്രൽ ഓഫ് എക്സ് നോട്ട് അപ്പ് ടു എക്സ് വൺ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ആണ്. സോ ഇപ്പോൾ ഈ ഒരു എക്സ് നോട്ട് എക്സ് വൺ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യണം എഫ് ഓഫ് എക്സ് വൈനെ അപ്രോക്സിമേറ്റ്ലി എഫ് ഓഫ് എക്സ് സീറോ വൈ സീറോ എന്ന് അസ്യൂം ചെയ്യുക. ദെൻ വൈ വൺ ഈസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് സീറോ വൈ സീറോ ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് ടു എന്ന് കിട്ടും. അപ്പോൾ എക്സ് നോട്ട് വൈ നോട്ട് നമുക്ക് എന്തായിരിക്കും തന്നിട്ടുണ്ടായിരിക്കും അതായത് എക്സ് നോട്ട് തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വൈ നോട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഇനീഷ്യൽ ഐ വി പി അതായത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം അല്ല. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ പോയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇനീഷ്യൽ പോയിൻറ്റ്സ് തന്നിട്ടുള്ള ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം വൈ വൺ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വൈ സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് സീറോ വൈ സീറോ ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് നോട്ട് അതായത് എന്താണ് ഇൻറ്റഗ്രൽ ഡി എക്സ് അപ് ടു എക്സ് സീറോ എക്സ് വണ്ണിൻ്റെ സൊല്യൂഷനാണ് എന്ത് എക്സ് വൺ മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാമെന്ത് ഈ എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് സീറോ പ്ലസ് എച്ച് ആണ്. സോ നമുക്ക് എക്സ് വൺ മൈനസ് എക്സ് നോട്ടിനെ എന്തായിട്ട് എടുക്കാം എച്ച് ആയിട്ട് എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം വൈ വൺ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് സീറോ വൈ സീറോ എന്ന് എഴുതാം. സോ ഇൻ ജനറൽ നമുക്ക് എങ്ങനെ എഴുതാം വൈ എൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൈ എൻ പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ. സോ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരിക്കും, ഒരു ഫംഗ്ഷൻ അതായത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ എക്സ് നോട്ട് തന്നിട്ടുണ്ടാവും വൈ നോട്ട് തന്നിട്ടുണ്ടാവും, അതായത് എന്താണ് ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ഇക്വേഷൻ പോലെ ഇവിടെ തന്നിട്ടുള്ള പോലെ ഈ ഒരു ജനറൽ ഇക്വേഷൻ അതായത് ഫസ്റ്റ് റൂട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വൈ എൻ പ്ലസ് വൺ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യാം എന്നിന് സീറോ കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈ വൺ ഈസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വൈ വൺ എന്ന് പറയുന്ന വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ് ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് എക്സ് വൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ അതായത് എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് സീറോ പ്ലസ് എച്ച് എന്നുള്ള ആ ഒരു ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയപ്പോൾ എക്സ് നോട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വൈ നോട്ട് നമുക്ക് എന്താണ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും. സോ ഇപ്പോൾ എക്സ് വൺ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക സ്റ്റെപ്പ് സൈസ് യൂസ് ചെയ്യുക, എത്ര സ്മോൾ ആയിട്ടോ അത്ര സ്മോൾ ആയിട്ട് നമ്മളത് ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എക്സ് വൺ കണ്ടുപിടിക്കുക. ദെൻ ഇനി വൈ വൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷനിൽ വൈ സീറോ അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് സീറോ വൈ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഒരു വൈ വൺ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എക്സ് വൺ കിട്ടി, ദെൻ വൈ വൺ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം അപ്പോൾ നമുക്ക് എത്ര സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടോ അത്രയും സ്റ്റെപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അടുത്ത സ്റ്റെപ്പിൽ എക്സ് ടു ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എക്സ് ടു കിട്ടാൻ എന്ത് ചെയ്യുക എക്സ് വൺ പ്ലസ് എച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഇനി വൈ ടു കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വൈ ടു ഈസ് ഈക്വൽ ടു വൈ വൺ പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൺ വൈ വൺ. അപ്പോൾ എക്സ് വൺ നമുക്ക് എങ്ങനെയാണ് എക്സ് വൺ നമുക്ക് ഇവിടുന്ന് കിട്ടും, വൈ വൺ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്ത് യൂളർ മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പേര് ഊളർ കോഷി മെത്തേഡ് എന്നും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ക്വസ്റ്റനിൽ ഊളർ മെത്തേഡ് അല്ലെങ്കിൽ ഊളർ കോഷി എന്ന് ചോദിക്കും. സോ അപ്പോൾ ഇതാണ് എന്ത് ഈ ഒരു മെത്തേഡ്. അടുത്തത് മോഡിഫൈഡ് യൂളർ മെത്തേഡ് അല്ലെങ്കിൽ ഇതിനെ ഹ്യൂൺസ് മെത്തേഡ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രഡിക്റ്റർ കഡക്റ്റർ മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻ വിച്ച് വി ഫസ്റ്റ് പ്രെഡിക്റ്റ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് വൈ അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ ബൈ ഊളർ ഫോമുല. സോ ഇപ്പോൾ നമ്മളിവിടെ ഡയറക്റ്റ് എങ്ങനെയാണ് nth വൈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക ഊളർ ഫോമുല യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യണം. സോ ഇപ്പോൾ വൈ എൻ പ്ലസ് വൺ പ്രൊഡിക്ഷൻ ഈസ് ഈക്വൽ ടു വൈ എൻ ഇൻറ്റു എച്ച് ഇൻറ്റു വൈ എൻ പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക അതിനെ കറക്റ്റ് ചെയ്യണം. സോ ഇപ്പോൾ ദെൻ കറക്റ്റ് ദ വാല്യൂ ഓഫ് വൈ അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൺ ബൈ വൈ. സോ ഇപ്പോൾ കറക്റ്റർ ഫോർമുല ഇത് തന്നിട്ടുള്ള ഫസ്റ്റ് ഉണ്ടായിരുന്നത് പ്രഡിക്റ്റർ ഫോർമുലയാണ്, അടുത്തത് കറക്റ്റർ ഫോർമുല. സോ ഇപ്പോൾ വൈ എൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൈ എൻ പ്ലസ് എച്ച് ബൈ ടു ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ പ്ലസ് എഫ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ വൈ എൻ പ്ലസ് വൺ പ്രഡിക്റ്റർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച പ്രഡിക്റ്റർ വൈ എൻ പ്ലസ് വൺ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തത് റെങ്കുട്ട സെക്കൻഡ് ഓർഡർ മെത്തേഡാണ്. സോ അതെങ്ങനെ നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഐ വി പിയുടെ സൊല്യൂഷൻ കാണാനുള്ളതാണ്. സോ ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടാവുന്നത് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താണ് ഒരു ഇനീഷ്യൽ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും, അതായത് എക്സ് നോട്ട് വൈ നോട്ട് തന്നിട്ടുണ്ടായിരിക്കും. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് എക്സ് വൺ അപ് ടു എക്സ് എന്താണ് ഈക്വലി സ്പേസ്ഡ് എക്സ് നമ്പർ ഓഫ് വാല്യൂസ് ആണ്, അല്ലെങ്കിൽ എക്സ് വാല്യൂസ് ആണ്. ഇതിനൊക്കെ നമുക്ക് എന്താണ് മെഷ് പോയിന്റ്സ് എന്ന് വിളിക്കാം, വിച്ച് ആർ ഓൾ ഈക്വലി സ്പേസ്ഡ് വിത്ത് എച്ച്. സോ അപ്പോൾ നമുക്ക് എന്താണ് തന്നിട്ടുണ്ട്
ഈക്വലി സ്പേസ്ഡ് വിത്ത് എച്ച്. സോ ഓരോ സക്സസീവ് എക്സ് വാല്യൂ നമുക്ക് എന്തായിരിക്കും x0 പ്ലസ് എച്ച്, അതുപോലെ തന്നെ xn പ്ലസ് 1 ഇസിക്കൽ ടു xn പ്ലസ് എച്ച് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ y1 ഈസിക്കൽ ടു y ഓഫ് x1, അതുപോലെ തന്നെ y2 ഈക്വൽ ടു y ഓഫ് x2 അപ് ടു y3 ഈക്വൽ ടു y ഓഫ് xn. ദെൻ നമുക്ക് എന്താണ് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇതിൽ kn കണ്ടുപിടിക്കണം. സോ ഇപ്പോൾ kn എന്ന് പറയുമ്പോൾ h ഇൻറ്റു എഫ് ഓഫ് xn yn ആണ്. സോ നമുക്കിപ്പോൾ k0 ആണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് h ഇൻറ്റു എഫ് ഓഫ് x0 y0. ദെൻ അത് കഴിഞ്ഞാൽ എല്ലാം കണ്ടുപിടിക്കണം. എല്ലാം എന്ന് പറയുമ്പോൾ എന്താണ് h ഇൻറ്റു എഫ് ഓഫ് xn പ്ലസ് 1 yn പ്ലസ് kn ആണ് വരുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ kn കണ്ടുപിടിക്കാൻ അതുപോലെ തന്നെ എല്ലാം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇനി നമുക്ക് yn പ്ലസ് 1 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, yn പ്ലസ് 1 ഈക്വൽ ടു yn പ്ലസ് 1/2 ഇൻറ്റു kn പ്ലസ് ln ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ y1 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ y1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും y1 ഈക്വൽ ടു y0 പ്ലസ് 1/2 ഇൻറ്റു k0 പ്ലസ് ln0 ആയിരിക്കും. സോറി l0 ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു മെത്തേഡ് വരുന്നത് കർവ് ഫിറ്റിംഗ് ആണ്. അപ്പോൾ കർവ് ഫിറ്റിംഗ് ബൈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ് എന്ത് ചെയ്യാന്നുള്ളത് ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നത്. സോ നമുക്ക് കർവ് ഫിറ്റിംഗ് എന്താ നോക്കാം. So it is very often to find there exists a relationship between two or more variables. We can express the relation by formulating an equation connecting the variable and determine the degree and nature of the relationship between these variables. We can use curve fitting, correlation and regression for this purpose. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ റോ ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡിഫറൻറ്റ് സബ്ജക്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തിനാണ് ഈ ഒരു സെയിം മെത്തേഡിനെ തന്നെ ഡിഫറൻറ്റ് അപ്രോച്ചസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സോ ഇപ്പോൾ നമുക്ക് എന്താണ് ജസ്റ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചിൽ പറയണം. നമുക്ക് എന്ത് ചെയ്യാം, കുറേ ഡാറ്റാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് 2 വേരിയബിൾ ആവാം, മോർ ദാൻ 2 വേരിയബിൾ ആവാം. അപ്പോൾ എനി നമ്പർ ഓഫ് വേരിയബിൾസിൻ്റെ എന്തായിരിക്കും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെ ലാബിൾഡ് ഡാറ്റ ആയിരിക്കാം, ഇപ്പോൾ അൺലാബിൾഡ് ഡാറ്റ ആയിരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവർ തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ അവർ തമ്മിൽ എന്ത് ചെയ്യാം, അപ്പോൾ ഈ തന്നിട്ടുള്ള ഡാറ്റ തമ്മിൽ എത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫംഗ്ഷൻ, ഒരു പുതിയൊരു ഫംഗ്ഷൻ, അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ടുള്ള ഒരു പുതിയൊരു ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണെന്ത് ഈ ഒരു മെത്തേഡ് നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു കർവ് ഫിറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. സോ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ സ്ട്രെയിറ്റ് ലൈൻ അതുപോലെ തന്നെ പാരാബോളയുടെ ആണ് എന്ത് ചെയ്യാനുള്ളത്, കർവ് ഫിറ്റിംഗ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കർവ് ഫിറ്റിംഗ് അതുപോലെ തന്നെ കോറിലേഷൻ അതുപോലെ തന്നെ റിഗ്രഷൻ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ കർവ് ഫിറ്റിംഗ് മാത്രമാണ് നോക്കുന്നത്. സോ ഇപ്പോൾ കർവ് ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ ലെറ്റ് എക്സ് ബി എൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൈ ബി എ ഡിപെൻഡൻറ്റ് വേരിയബിൾ ഓൺ എക്സ്. സോ ഇപ്പോൾ എന്താണ്, നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്. വി ഹാവ് എ നോൺ ഫംഗ്ഷൻ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ദെൻ എനി ലോക്കൽ വാല്യൂസ് ഓഫ് എക്സ് വി ക്യാൻ ഫൈൻഡ് ദ കറസ്പോണ്ടിങ് വൈ വാല്യൂസ് ആൻഡ് ക്യാൻ ഡിറ്റർമൈൻ എ നമ്പർ ഓഫ് എക്സ് ഐ വൈ ഐ പെർ ആസ് പോയിൻറ്റ്സ് ഓൺ ദി കർവ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, അതായത് എക്സ് അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഫംഗ്ഷൻ, ഒരു നോൺ ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ലാബിൾഡ് ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ എന്താണ്, ഒരു ഫംഗ്ഷൻ, ഒരു നോൺ ഫംഗ്ഷനും തന്നിട്ടുണ്ടായിരിക്കും. അതായത് വൈ ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് എക്സ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. സോ ഇപ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ എൻ നമ്പർ ഓഫ്, അതായത് നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ ഡാറ്റ പോയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ എൻ നമ്പർ ഓഫ് എക്സ് വൈ പെയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാം. അതേപോലെ തന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഒരു എക്സ് വൈ പ്ലെയിനിൽ ഈ ഇത്രയും എൻ നമ്പർ ഓഫ് പോയിൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്തെടുക്കാം. സോ ഇപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു കർവിനകത്ത് ഇപ്പോൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു കർവ് ഉണ്ടായിരിക്കുമല്ലോ, ഈ ഒരു എക്സ് വൈ പ്ലെയിനിൽ ഒരു കർവ് ഉണ്ടായിരിക്കും നോൺ ഫംഗ്ഷൻ തന്നിട്ടുള്ള കേസിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മേലെ എനി നമ്പർ ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്, അതായത് ഈ എക്സ് വൈ പെയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇൻ എ കൺവേഴ്സ് പ്രോബ്ലം വി ഹാവ് എൻ നമ്പർ ഓഫ് എക്സ് ഐ വൈ ഐ പെയേഴ്സ് ആസ് പോയിൻറ്റ്സ് in the xy plane where x is an independent variable and y is to be a dependent variable. So ഇപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ എന്താണ്, നമുക്ക് ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ട്, പക്ഷേ എന്താണ്, ഒരു നോൺ ഫംഗ്ഷൻ ഇല്ല, നമുക്ക് അവരുടെ തമ്മിലുള്ള റിലേഷൻ അറിയില്ല. ഓക്കെ, ആ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കയ്യിൽ എൻ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആണുള്ളത്, അല്ലെങ്കിൽ എക്സ് വൈ പെയേഴ്സ് ആണുള്ളത്. ഈ ഒരു കേസിലും എന്താണ്, വൈ ഒരു ഡിപെൻഡൻറ്റ് വേരിയബിളും എക്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. നമുക്ക് ഫംഗ്ഷൻ നമുക്ക് എന്ത് ഇല്ല തന്നിട്ടില്ല. സോ അപ്പോൾ നമുക്ക് എന്താണ്, എക്സ് വൈ പ്ലെയിനിൽ ഈ എൻ നമ്പർ ഓഫ് പോയിൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജസ്റ്റ് പ്ലോട്ട് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ അവർ തമ്മിൽ എന്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഈ പോയിൻറ്റ്സിലൂടെ കടന്നു പോകുന്ന ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കർവ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. സോ ഇൻ ജനറൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് ആക്ച്വൽ കർവ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. വി ക്യാൻ ട്രൈ ടു ഫൈൻഡ്, ഒന്നും ചെയ്യില്ല, നമുക്ക്
ഇങ്ങനെ എന്താണ് അൺനോൺ ഫംഗ്ഷൻ്റെ ഡാറ്റ പോയിൻറ്റ്സിൻ്റെ ഒരു എക്സാക്ട്ലി എല്ലാ പോയിൻറ്റിനെയും ടച്ച് ചെയ്ത് പോകുന്ന ഒരു കർവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇപ്പോൾ in general it is not possible to find the actual y equal to f of x. We can try to find a curve that serves the best approximation to the curve y equal to f of x. Such a curve is referred to as a curve of best fit. The process is called curve fitting. So ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു ആക്ച്വൽ കർവ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു അപ്രോക്സിമേറ്റ് ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു കർവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കർവ് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് എന്ത്, കർവ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലേബിൾഡ് ഡാറ്റ അതിനേക്കാളും കൂടുതൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ്, അൺലേബിൾഡ് ഡാറ്റയാണ്, അല്ലെങ്കിൽ റാൻഡം വാല്യൂസാണ്. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിച്ച് ഒരു കർവ്, ഒരു ഫംഗ്ഷൻ പുതിയത് ജനറേറ്റ് ചെയ്യുക, ഇത്രയും നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഫിറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ പേരാണ് എന്ത്, കർവ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കർവ് ഫിറ്റിംഗ്, ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണെന്ത്, ദ മോസ്റ്റ് ജനറലി എംപ്ലോയിഡ് ഫോർ കർവ് ഫിറ്റിംഗ് ഈസ് നോൺ ആസ് മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. അപ്പോൾ മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്താ നോക്കാം. ദിസ് ദ മെത്തഡ് ഫോർ ഫൈൻഡിങ് അൺനോൺ കോഎഫിഷ്യന്റ് ഇൻ എ കർവ് ദാറ്റ് സെർവ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ടു ദ കർവ് y equal to f of x. The basic idea of this method were created by Legendre and C.F. Gauss. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുന്നതാണ്, ഫൈൻഡിങ് ദി അൺനോൺ കോഎഫിഷ്യന്റ് ഇൻ ദി കർവ് ദാറ്റ് സെർവ് ദ ബെസ്റ്റ് അപ്രോക്സിമേറ്റ് ഫിറ്റ്. അപ്പോൾ നമുക്ക് y equal to f of x എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, നമുക്ക് സ്ട്രേറ്റ് ലൈൻ ഉണ്ടാവും, പരാബോള ഉണ്ടാവും, അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടാവും, ലോഗരിതമിക് ഫംഗ്ഷൻ ഉണ്ടാവും, എന്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് പരാബോള, അതുപോലെ തന്നെ സ്ട്രേറ്റ് ലൈനിൻ്റെ കേസുമാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് ലൈൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണ്, y equal to mx plus c ആണ്. സോ ഇപ്പോൾ നമുക്ക് y, അതായത് എക്സ് വൈ ബൈ എസ് നമുക്ക് തന്നിട്ടായിരിക്കും, അതായത് ഇതൊക്കെ ഡാറ്റ പോയിൻറ്റ്സ് ആണ്, നമുക്ക് എക്സിൻ്റെ വൈയുടെ വാല്യൂസ് അറിയാം, പക്ഷേ നമുക്ക് എന്താ അറിയാത്തത്, എം അതുപോലെ തന്നെ സി, അതായത് സ്ലോപ്പും അറിയില്ല, y ഇൻ്റർസെപ്റ്റും അറിയില്ല. നമുക്ക് ഈ രണ്ട് ഇൻ്റർസെപ്റ്റും അതുപോലെ തന്നെ സ്ലോപ്പും കണ്ടുപിടിച്ചാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ നമ്പർ ഓഫ് ഡാറ്റ പോയിൻറ്റ്സിലാണ് ടച്ച് ചെയ്ത് പോകുന്ന ഒരു കർവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ കർവിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ അപ്പോൾ ഇതിനകത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ സേസ് ദാറ്റ് ദ സം ഓഫ് സ്ക്വയർ ഓഫ് എറർ ബിറ്റ്വീൻ ദി ഒബ്സർവ്ഡ് വാല്യൂസ് ആൻഡ് ദി കറസ്പോണ്ടിങ് എസ്റ്റിമേറ്റഡ് വാല്യൂസ് ഷുഡ് ബി ലീസ്റ്റ്. അപ്പോൾ ഈ ഒരു ലീസ്റ്റ് സ്ക്വയറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് സ്ക്വയർ ഓഫ് എറർ ബിറ്റ്വീൻ, അതായത് അവിടെ അതിലൊരു എസ്റ്റിമേറ്റഡ് വാല്യൂ ഉണ്ട്. അപ്പോൾ വൈക്ക് എസ്റ്റിമേറ്റഡ്, അതായത് വൈക്കൊരു എസ്റ്റിമേറ്റഡ് വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ എക്സിനൊരു എസ്റ്റിമേറ്റഡ് വാല്യൂ ഉണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഈച്ച് ഡാറ്റ പോയിൻറ്റ്സും ഈ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ തമ്മിൽ, അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എന്തായിരിക്കണം, എത്രത്തോളം ലീസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും കുറവായിരിക്കണം. അതായത് ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഡാറ്റ പോയിൻറ്റ്സും എസ്റ്റിമേറ്റഡ്, അതായത് എക്സാക്ട് വാല്യൂം എസ്റ്റിമേറ്റഡ് വാല്യൂ തമ്മിലുള്ള എറേഴ്സ് മിനിമം ആയിരിക്കണം. ഇതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ജനറലായിട്ട് തന്നിട്ടുണ്ട് y equal to a0 plus a1x plus a2x square plus etc up to ak into x raised to k to a given pairs of observation. അപ്പോൾ എന്താണ്, നമുക്ക് n നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഡാറ്റ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ എത്ര നമ്പർ ഓഫ് പോയിൻറ്റ്സ് വേണമെങ്കിലും തരാം. ദ കർവ് ഹാസ് k1 പ്ലസ് അൺനോൺ കോൺസ്റ്റൻസ്. അപ്പോൾ എന്താണ് ഇതിൽ a1, അതായത് ഇപ്പോൾ x1 അപ് ടു xk വരെ എന്താണ് നമ്മുടെ കയ്യിൽ ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ y equal to mx plus എന്ന് പറയുമ്പോൾ നമുക്ക് വൈയും എക്സും മാത്രമേ അറിയുള്ളൂ, അതിൽ എം അറിയില്ല, സി അറിയില്ല, അവിടെ രണ്ട് അൺനോൺസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്കുള്ള എത്ര വേരിയബിൾ ഉണ്ട്, അവിടെ ഒറ്റ സിംഗിൾ വേരിയബിൾ ആണത്. അതുപോലെ മൾട്ടി വേരിയബിൾ ഉണ്ട്. ഈ എന്താണ് മൾട്ടി വേരിയബിളിൻ്റെ മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കർവ് ഫിറ്റിംഗ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഇപ്പോൾ സിംഗിൾ വേരിയബിളിൻ്റെ കേസാണ്, പക്ഷേ ഇവിടെ ഇതൊരു ജനറലായിട്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സിംഗിൾ വേരിയബിളിൻ്റെ കേസിൽ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, രണ്ട് അൺനോൺസ് വരുന്നുണ്ട്. നമുക്ക് സ്ലോപ്പും കണ്ടുപിടിക്കണം, ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്താണ്, രണ്ട് അൺനോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് ഇക്വേഷൻ വേണം. അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ്, ഇപ്പോൾ k നമ്പർ ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ k നമ്പർ ഓഫ് വേരിയബിൾസ് നമ്മുടെ കയ്യിലുണ്ട്. സോ അപ്പോൾ k അൺനോൺസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് എക്സ്ട്രാ a0 എന്ന് പറയുന്ന ഒരു അൺനോൺ കൂടി. അപ്പോൾ k+1 അൺനോൺ കോൺസ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഇക്വേഷൻസ് വേണം, k+1 നമ്പർ ഓഫ് ഇക്വേഷൻസ് വേണം. ഓക്കെ, ഹെൻസ് if n equal to k+1 we get k+1 ഇക്വേഷൻസ് ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് xi yi in equation 1. സോ ഇപ്പോൾ എന്താണ് ഈ ഒരു ഇക്വേഷൻ, അതായത് നമുക്ക് തന്നിട്ടുള്ള ഇത്രയും ഡാറ്റ പോയിൻറ്റ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താണ് k+1 ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടും. സോ ഇപ്പോൾ ദീസ് ഗിവ് എ യൂണിക് സൊല്യൂഷൻ ടു ദ വാല്യൂസ് a0, a1, a2, an. However, if n greater than k+1, no unique solution is possible. We use method of least square. നമുക്കറിയില്ല, ഇപ്പോൾ രണ്ട് വേരിയബിൾ ഉണ്ട്, അതായത്
നമുക്ക് ഒരു വേരിയബിളുള്ള കേസിൽ എങ്ങനെയാണ് രണ്ട് ഇക്വേഷൻ ആവശ്യമുണ്ട്. ഇവിടെ k നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് k+1 നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും ഡാറ്റ പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്ര ഇക്വേഷൻസ് k+1 നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത്ര നമ്പർ ഓഫ് അൺനോൺസും, അതായത് k+1 നമ്പർ ഓഫ് അൺനോൺസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അത്രയും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള അൺനോൺസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഗ്രേറ്റർ ദാൻ k+1 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഒരു യൂണിക് സൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ യൂസ് ചെയ്യാം. അതായത് y=mx+c എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, y= നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ജനറൽ ഇക്വേഷൻ അതായത് ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂസ് വരുന്നൊരു ഇക്വേഷനാണ്. അതായത് y=a0 + a1x + a2x² + up to ak into x raised to k of y when x takes the values of xi but corresponding observed value of y is yi. Hence if v1 is the residual error of for this point. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ, അതായത് ഇപ്പോൾ y= എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഇതൊരു എന്താണ്, ഒരു ഇറർ ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ നമ്മൾ എക്സ് വാല്യൂ, അതായത് xi വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ പോയിന്റ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഫംഗ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. ഇതൊരു ഇറർ ഫംഗ്ഷൻ ആണ്. സോ ഇപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു xi വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നതായിരിക്കും yi എന്ന് പറയുന്ന വാല്യൂസ് ആയിരിക്കും. സോ നമുക്കൊരു ഇറർ കിട്ടും. ദാറ്റ് ഈസ് ഇറർ. നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഇറർ നമ്മൾ എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇറർ എന്ന് പറയുമ്പോൾ റെസിഡ്യൂവൽ ഇറർ, ഈ ഒരു പോയിന്റിലെ ഇറർ എന്ന് പറയുന്നത് എന്താണ്, e1 = yi മൈനസ് yi, അതായത് ഇതൊരു എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ് എന്ത്, y എന്ന് പറയുന്നത്. സോ അപ്പോൾ അത് yi മൈനസ് a0 മൈനസ് a1x1 മൈനസ് a2xi² എക്സെട്ര മൈനസ് ak xi x raised to k xi. To make the sum of square minimum we have to minimize. അപ്പോൾ എന്താണ്, നമുക്ക് ഇതിൻ്റെ സം ഓഫ് സ്ക്വയർസ് ആണ് കാണേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, SSC എന്നാണ് നമ്മൾ പറയുക, അതായത് സം ഓഫ് സ്ക്വയർസ് ഇറർ, അല്ലെങ്കിൽ ഇവിടെ S എന്നാണ് കൊടുത്തിട്ടുള്ളത്. S സം ഓഫ് ei² ആണ്. അപ്പോൾ ഈ ഒരു കേസ്, അതായത് ഇപ്പോൾ നമ്മൾ എന്താണ്, ജനറൽ ആയിട്ടാണ് yi എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ k നമ്പർ ഓഫ് അല്ലെങ്കിൽ n നമ്പർ ഓഫ് ഡാറ്റ പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രയും വാല്യൂസിൻ്റെ എന്തുണ്ടായിരിക്കും, ഇറേഴ്സ് ഉണ്ടായിരിക്കും ഇതുപോലെ. അപ്പോൾ അവരുടെയൊക്കെ എന്ത് വേണം, സ്ക്വയർഡ് ഇററാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, 0 ആയി പോകും. അറിയാലോ, സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറ്. അപ്പോൾ മീനിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ഡാറ്റ പോയിന്റ്സും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് എടുത്ത് സ്ക്വയർ ചെയ്യാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ്, ക്യാൻസൽ ചെയ്ത് പോകാതിരിക്കാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സം ഓഫ് സ്ക്വയർസ് എടുക്കുക. സോ ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സ്ക്വയർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് ആണ് ചെയ്യുക ഇവിടെ വിത്ത് റെസ്പെക്ട്. അതായത് ഇപ്പോൾ നമുക്ക് ആരെയൊക്കെ മിനിമൈസ് ചെയ്യേണ്ടത്, ഈ ഒരു എസ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു a0, അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു a1 അപ് ടു ak വരെ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, k+1 ഇക്വേഷൻസ് കിട്ടും. ഈ ഒരു ഇക്വേഷൻസിൻ്റെ പേരാണെന്ത്, നോർമൽ ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ പറയുന്നത് നോർമലൈസ് ചെയ്യാന്നാണ് പറയുക. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ആ ഇക്വേഷനെ നോർമലൈസ് ചെയ്യുക ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ഇപ്പോൾ അതായത് എത്ര അൺനോൺസ് ഉണ്ടോ +1 നമ്പർ ഓഫ് ഇക്വേഷൻ, അല്ലെങ്കിൽ നമുക്ക് എത്ര ഇക്വേഷൻസ് വേണോ, അതായത് എത്ര പോയിൻറ്റ്സ്, എത്ര അൺനോൺസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഇക്വേഷൻസ് നമുക്ക് കിട്ടും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അതായത് ഒറ്റ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ n നമ്പർ ഒറ്റ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുക, k നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ടെങ്കിൽ k+1 നമ്പർ ഓഫ് ഇക്വേഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും. നമുക്ക് നേരത്തെ പറഞ്ഞത് എങ്ങനെയായിരുന്നു, നമ്മൾ പറഞ്ഞത് അത്രയും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇനി ഇല്ലാത്ത കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലീസ്റ്റ് സ്ക്വയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, solving these equations we get the best values of a0, a1, a2 up to ak. Substituting these values we get the curve of the best fit. Then ഈ ഒരു വാല്യൂസ്, അതായത് ഇപ്പോൾ y=mx+c എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എന്താണ്, ഒരു സിംഗിൾ വേരിയബിളിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒരു y വാല്യൂ കിട്ടും. പക്ഷേ നമ്മളൊരു എസ്റ്റിമേറ്റ് ഉണ്ടായിരിക്കും, ആ ഒരു എസ്റ്റിമേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക xi എന്നുള്ള വാല്യൂ, ഈച്ച് ഡാറ്റ പോയിന്റ് ഓഫ് എക്സ് വേരിയബിൾ എക്സ്. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു y എന്ന് പറയുന്ന ഒരു എസ്റ്റിമേറ്റഡ് y വാല്യൂ കിട്ടും. അല്ലെങ്കിൽ ഒരു ഫോർ ഈച്ച് ഇൻപുട്ട് ഓഫ് എക്സ് വി ഗെറ്റ് ഔട്ട്പുട്ട് y, അല്ലെങ്കിൽ എൻ എസ്റ്റിമേറ്റഡ് ഔട്ട്പുട്ട് y. പക്ഷേ എന്തായിരിക്കും, നമുക്ക് y വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഔട്ട്പുട്ട് വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് എന്തായിരിക്കും, അവിടെ ഒരു ഇറർ ഉണ്ടായിരിക്കും. എസ്റ്റിമേറ്റഡ് വാല്യൂം എക്സാക്ട് വാല്യൂ അല്ലെങ്കിൽ ഗിവൺ വാല്യൂം തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു ഇറർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇറർ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, സം ഓഫ് സ്ക്വയേഴ്സ് ആണ്
അല്ലെങ്കിൽ ഇറേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു കോഎഫിഷ്യൻസിനെ വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് ആണ് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ജസ്റ്റ് പറയുമ്പോൾ വൈക്കൽ ടൈം എക്സ് പ്ലസ് എന്ന് പറയുന്ന ഇക്വേഷനിൽ എന്താണ് വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, അതിൽ എം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ സ്ക്വയേർഡ് സം കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ വിത്ത് റെസ്പെക്ട് ടു സി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സീറോയിൽ ഇക്വേറ്റ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ലൈനും പാരാബോളയാണ് എന്ത് ചെയ്യുന്നുള്ള ഈ ഒരു മൊഡ്യൂളിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ അങ്ങനെ നോക്കാം. ജസ്റ്റ് സപ്പോസ് വി വിഷ് ടു ഹാവ് എ സ്ട്രേറ്റ് ലൈൻ ദാറ്റ്സ് ദ ബെസ്റ്റ് അപ്രോക്സിമേറ്റ് ടു ദ ആക്ച്വൽ കർവ് y equal to f of x passing through n given points. This line will be referred to the line of best fit. ഓക്കെ, നമുക്ക് ഈ ഒരു നമ്മുടെ കയ്യിൽ എന്തുണ്ട്, n നമ്പർ ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് ആണുള്ളത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, y equal to f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. മോസ്റ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സിലൂടെ എന്ത് ചെയ്യണം, കടന്നു പോകുന്ന ഒരു ഫംഗ്ഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ലൈനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇപ്പോൾ ദ ലൈൻ വിൽ ബി റെഫേർഡ് ടു ആസ് എ ലൈൻ ഓഫ് ദി ബെസ്റ്റ് ഫിറ്റ്. അപ്പോൾ എന്താണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സോ y equal to ax plus bx അല്ലെങ്കിൽ y equal to mx plus c നമുക്ക് പറയാം. a and b ആർ ദി പാരാമീറ്റർ ടു ബി ഡിറ്റർമൈൻഡ്. അപ്പോൾ നമുക്ക് a യും b യും ആണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ എമ്മും അതായത് സ്ലോപ്പും ഇന്റർസെപ്റ്റും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് y ബി ദ വാല്യൂ ഓഫ് y കറസ്പോണ്ടിങ് ടു ദ വാല്യൂ xi ആസ് ഡിറ്റർമൈൻഡ് ബൈ ഇക്വേഷൻ 1. അപ്പോൾ xiക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു y വാല്യൂ ഉണ്ട്. ദ y ഈസ് കോൾഡ് ദ എസ്റ്റിമേറ്റഡ് വാല്യൂ. സോ ഇപ്പോൾ എന്താണത് എസ്റ്റിമേറ്റഡ് വാല്യൂ വെൻ x equal to xi ദ ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് y ഈസ് yi. അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ പോയിൻറ്റ്സ് തന്നിട്ടുള്ള പ്രകാരം എന്താണ്, ഇപ്പോൾ x equal to xi ആണെന്നുണ്ടെങ്കിൽ y equal to എന്തായിരിക്കും, yi എന്നുള്ള ഒരു പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഓർഡർ പെയർ ആയിരിക്കും. ദെൻ ദ ഡിഫറൻസ് yi മൈനസ് y ഈസ് കോൾഡ് ദ റെസിഡ്യൂൽ ഓർ ഇറർ. അപ്പോൾ എന്താണ് നമുക്ക് അതിൻ്റെ ഇറർ എന്ന് പറയുന്നത് ഈ ഒരു എസ്റ്റിമേറ്റഡ് വാല്യൂ അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ഇറർ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, സം എടുക്കുക, അതാണ് എന്ത് സ്ക്വയർഡ് സം ഓഫ് ഇറർ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഇക്വേഷനെ, അതായത് ആ ഒരു ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു എ അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ബി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ y എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. y equal to നമ്മൾ അസ്യൂം ചെയ്യണം, അതായത് നമുക്ക് നമ്പർ ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ട്, നമ്മളൊരു എസ്റ്റിമേറ്റ്, അതായത് y equal to mx plus എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ, ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്പർ ഓഫ് പോയിൻറ്റ്സിനെ ബെസ്റ്റ് ഫിറ്റ് ആവുന്ന ഒരു ലൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ അസ്യൂം ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളവിടെ ഈ എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിൽ നിന്നൊരു ഇക്വേഷൻ കിട്ടുമല്ലോ, അതായത് y equal to a plus b into x വാല്യൂ എന്നുള്ളൊരു ഫംഗ്ഷൻ കിട്ടും. സോ എന്ത് ചെയ്യുക, നമുക്ക് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഏതൊരു ഡാറ്റ പോയിൻറ്റ് എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു y ഉണ്ടാവുമല്ലോ, ആ വൈയും ഈ എസ്റ്റിമേറ്റഡ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. സോ അപ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു എ വിത്ത് റെസ്പെക്ട് ടു ബിയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ എന്ത് നമുക്ക് y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2 ഇൻറ്റു സം ഓഫ് yi മൈനസ് y ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇപ്പോൾ y എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ax പ്ലസ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, y മൈനസ് എ മൈനസ് ബി എക്സ് ഐ എന്ന് വരും. സോ അപ്പോൾ ആ ഒരു 2 എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയും, ഇപ്പുറത്ത് 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സം ഓഫ് y മൈനസ് എ മൈനസ് ബി ഇൻറ്റു എക്സ് ഐ ഈക്വൽ ടു 0. അതിനകത്ത് സം ഓഫ് y ഈസ് ഈക്വൽ ടു സം ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താണ് n ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു സം ഓഫ് എക്സ് ഐ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ അടുത്തത് എന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു ബിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അതിനകത്ത് എന്ത് ചെയ്യണം, അപ്പോൾ ഈ ഒരു വാല്യൂ വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, എന്നിട്ട് വേണം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു y മൈനസ് എയുടെ പൊസിഷനിലാരാ, 2 ഇൻറ്റു y മൈനസ് എ മൈനസ് ബി എക്സ് എന്ന് കിട്ടും, ഇൻറ്റു ഇനി എന്താണ് ബിയുടെ കോഎഫിഷ്യൻ്റ് ആണ് എക്സ്, അപ്പോൾ ഇൻറ്റു എക്സ് എന്ന് വരും. സോ അപ്പോൾ നമ്മുടെ പുതിയ ഇക്വേഷൻ എങ്ങനെയായിരിക്കും, സം ഓഫ് yi xi ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സം ഓഫ് എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സം ഓഫ് എക്സ് ഐ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ, അതായത് നമ്മുടെ സം ഓഫ് yi ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി ഇൻറ്റു സം ഓഫ് എക്സ് ഐ, അതുപോലെ തന്നെ സം ഓഫ് എക്സ് ഐ yi ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സം ഓഫ് എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സം ഓഫ് എക്സ് ഐ സ്ക്വയർ ആണെന്ത് നോർമൽ ഇക്വേഷൻസ് എന്ന് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്ത് ചെയ്യണം, എയും ബിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. അപ്പോൾ ഈ സം ഓഫ് y എന്ന് പറയുന്നത് നമുക്ക് നമ്പർ ഓഫ് ഡാറ്റ പോയിൻറ്റ്സ് y തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ സമ്മ് കാണുക. അതുപോലെ തന്നെ സം ഓഫ് എക്സ് ഐ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്പർ ഓഫ് എക്സ് ഐയുടെ ഡാറ്റ പോയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും, അത് കാണുക. അതുപോലെ തന്നെ സം ഓഫ് എക്സ് ഐ y എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഓരോ ഡാറ്റ പോയിൻറ്റ്സും എക്സും വൈയും തമ്മിൽ ഓർഡർ ബൈസ് തന്നിട്ടുള്ള എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അവരുടെ സമ്മ് കാണുക. അതുപോലെ തന്നെ എക്സിൻ്റെ സ്ക്വയർ, ഇനി ഓരോ എക്സ് ഡാറ്റ പോയിൻറ്റിൻ്റെ സ്ക്വയർ എടുക്കുക, അതിൻ്റെ സമ്മ് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടും, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ്റെ കേസിലാണെങ്കിൽ സ്ലോപ്പും ഇൻ്റർസെപ്റ്റും കിട്ടും.
ഇനി അടുത്ത കേസ് ഫിറ്റിംഗ് ഓഫ് എ പരാബോളയാണ്. അപ്പോൾ ഒരു പരാബോളയുടെ ജനറൽ ഇക്വേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? y = a + bx + cx² ആണ്. ഇവിടെ 3 എന്തുണ്ട്? അൺനോൺസ് ഉണ്ട്, അതായത് a, b ആൻഡ് c. സോ നമുക്ക് എന്ത് വേണം? 3 ഇക്വേഷൻസ് വേണം. നമ്മളിവിടെ എന്ത് ചെയ്യണം? Suppose we wish to have a parabola, a second degree curve as the curve of best fit for the data consisting of n given pairs. Let us take an equation of the parabola called the parabola of the best fit in the form y = നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇക്വേഷൻ, അതായത് y = a + bx + cx² എന്നുള്ള ഒരു ഫോമിൽ എന്ത് ചെയ്യുക? ഒരു ഇക്വേഷൻ എടുക്കുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യുക. എന്ത് ചെയ്യാം? ഓരോ എക്സ് വാല്യൂസിന് നമുക്ക് എന്ത് ചെയ്യുക? എസ്റ്റിമേറ്റഡ് വാല്യൂ, അതായത് ഇതാണ് നമ്മൾ അസ്യൂം ചെയ്യണം. ഇതാണെന്ത്? ഒരു പാരാബോളയുടെ ഇക്വേഷൻസ് നമ്മൾ അസ്യൂം ചെയ്യണം. അതിലെന്ത് ചെയ്യുക? ഓരോ ഡാറ്റ പോയിൻറ്റും എക്സ് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് ആയിട്ടൊരു y എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കിട്ടും. അതിൽ a, b, c എന്ന് പറയുന്നതൊക്കെ അൺനോൺസ് ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ്? n നമ്പർ ഓഫ് എക്സ് വാല്യൂ ഡാറ്റ പോയിൻറ്റ്സ് ഉണ്ട് എക്സിന്. സോ അപ്പോൾ n നമ്പർ ഓഫ് എന്തുണ്ടായിരിക്കും? ഇക്വേഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും ശരിക്കും. പക്ഷേ കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഈച്ച് ഡാറ്റ പോയിൻറ്റ് എക്സ് ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും? നമുക്ക് y വാല്യൂസ് തന്നിട്ടുണ്ടായിരിക്കും. ആ y-യും ഈ എസ്റ്റിമേറ്റഡ് വാല്യൂ തമ്മിലുള്ള എറർ കണ്ടുപിടിക്കണം. ദെൻ എന്ത് ചെയ്യണം? അതിനെ സ്ക്വയർ ചെയ്യാൻ വേണം. ദെൻ സം ചെയ്യുക. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? s = sum of yi - y the whole square ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു a, b, c ഡെറിവേറ്റീവ് കാണുക, 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ വരുമ്പോൾ എങ്ങനെ വരും? സം ഓഫ് yi = n × a + b × sum of xi + c × xi². ദെൻ അടുത്ത ഇക്വേഷൻ സം ഓഫ് xi yi = a × sum of xi + b × sum of xi² + c × sum of xi³. Then sum of xi² × yi = a × sum of xi² plus b × sum of xi³ plus c × xi⁴ എന്ന് വരും. ഇപ്പോൾ ഇങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ 3 അൺനോൺസ് കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻസ് വേണം. നമുക്ക് എന്താണ്? 3 ഇക്വേഷൻസ് കിട്ടി. എന്ത് ചെയ്ത് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. അപ്പോൾ ഇതിൽ സം ഓഫ് yi എന്താണ്? തന്നിട്ടുള്ള ഡാറ്റ പോയിൻറ്റ്സിൽ y വാല്യൂസിൻ്റെ സം കാണുക. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇക്വേഷൻസ്, എത്ര നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ടോ അത് ആ വാല്യൂ എടുക്കുക. ദെൻ xiയുടെ സമ്മ്, ഡാറ്റ പോയിൻറ്റ്സിൻ്റെ സമ്മ് കാണുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? xiയുടെ സ്ക്വയർ കാണണം. അപ്പോൾ ഓരോ ഡാറ്റ പോയിൻറ്റ് എക്സിൻ്റെയും സ്ക്വയർ കാണുക, സം ചെയ്യുക. അടുത്തത് xi y. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോ ഡാറ്റ പോയിൻറ്റ് എക്സിൻ്റെയും വൈൻ്റെയും പ്രോഡക്റ്റ് കാണുക, എന്നിട്ട് സം എടുക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് xiയുടെ ക്യൂബ് വേണം. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോ എക്സ് ഡാറ്റ പോയിൻറ്റിൻ്റെയും ക്യൂബ് എടുക്കുക, അതിൻ്റെ സം എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം? x² × yi വേണം. അപ്പോൾ നമ്മൾ x² കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അതും y തമ്മിലുള്ള പ്രോഡക്റ്റ് എടുക്കുക, അതിൻ്റെ സം കാണുക. ദെൻ xi⁴ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? ഓരോ ഡാറ്റ പോയിൻറ്റിൻ്റെയും 4th പവർ കാണുക, അവരുടെ സം എടുക്കുക. അപ്പോൾ നമുക്ക് 3 കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വാല്യൂസ് ഒക്കെ എന്തായിരിക്കും? ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിജിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഡിജിറ്റ്സ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് a, b, c എന്ന് പറയുന്ന 3 അൺനോൺസ് ഉള്ള 3 ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ 3 സൈമൾ ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാം. 3 അൺനോൺസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇതിനകത്ത് ഇനി ഒരു മെത്തേഡ് പറയാനുണ്ട്. അതേപോലെ തന്നെ പ്രോബ്ലംസ് ഒന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല, സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. ജസ്റ്റ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്താണ്? എല്ലാ വാല്യൂസ് നമുക്ക് അറിയുന്ന വാല്യൂസ് ആയിരിക്കും. ഇപ്പോൾ കാൽക്കുലേറ്റർ വെച്ച് സൊല്യൂഷൻ കാണാൻ പറ്റുന്ന വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആക്ച്വൽ റൂട്ട്, അതുപോലെ അപ്രോക്സിമേറ്റ് റൂട്ട്സ് ഒക്കെയാണ് കാണേണ്ടത്. സോ അപ്പോൾ എന്തായിരിക്കും? അത്രയും ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അത് ചെയ്യണം. ഓരോ സ്റ്റെപ്പ് തെറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിന് തെറ്റിപ്പോകും. സോ അപ്പം വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബാക്കി പ്രോബ്ലംസ് ഒക്കെ മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കി 3 മോഡ്യൂൾസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.